അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചറബ് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനോഹരമായ കടമ്പ കടക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ ദീനിനെ കരിവാരി തേച്ചവരാരാന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കിയവരാരാന്ന് നിങ്ങൾക്കറിയോ? പടച്ചറബിന്റെ ദീനിനെ വ്യാജമാക്കിയവരാരാന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നബിയേ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവരാരാന്ന് നബിയേ നിങ്ങൾക്കറിയോ? നിങ്ങൾ വിചാരിക്കും എന്റെ പ്രിയപ്പെട്ടവര് പരിശുദ്ധ ദീനിനെ കളവാക്കിയവരാരാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ലോകത്തിന്റെ നാനാഭാഗത്ത് ക്രൂരമായ ക്രൂരതകൾ അഴിച്ചുവിട്ടുകൊണ്ടോ ഇസ്ലാമിനെ വേരോടുകൂടി പിഴുതെറിയാൻ ശ്രമം നടത്തുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ലോകത്ത് ഇസ്ലാമിന്റെ വദ്ധവേദികളായി ചമഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് ഇസ്ലാമിനെ കളവാക്കിയവരെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. അമാവീദ്വീപിലെ പേൾ ഹാർബർ ആക്രമിച്ചോ എന്ന പേര് പറഞ്ഞുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ലക്ഷക്കണക്കാണ് തൊപ്പിയിട്ട നാടിയിട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബോംബിട്ടുകൊണ്ട് നശിപ്പിച്ചുകൂടാ. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹാരി ശ്രീമ ഇസ്ലാമിന്റെ കരിവാരിത്തേച്ചവരാണെന്ന് കരുതുന്നവരെ എല്ലാവരെന്ന് പറയുന്ന മനുഷ്യർ അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ ഒളിച്ചിരിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് താലിബാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തെ തച്ചതകർത്ത് ധരിപ്പണമാക്കുന്നതിന് വേണ്ടിയിട്ട് സമുദായത്തിന്റെ നിസ്കാരപ്പുറമുള്ള ആയിരക്കണക്കാണ് പതിനായിരക്കണക്കാണ് മുസ്ലിം സഹോദരങ്ങൾ ചുട്ടുകരിച്ചതോടെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇസ്ലാമിന്റെ എതിരെ ഇസ്ലാമിനെ കളവാക്കിയവരെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? 2003 മുതൽ 2006 വരെ ഇറാഖ് എന്ന രാജ്യത്ത് മാത്രം ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാർ കൊന്നൊടുക്കിയത് എത്രയെന്നറിയോ? 6,55,000 മുസ്ലിങ്ങളെ പൊറുക്കുമോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുന്നുണ്ടോ? ഒരു ആഴ്ചപ്പതിപ്പ് വായിച്ചിട്ട് നിർവൃതിയടയുന്നോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? ലോക വിവരം വേണമെന്നോടെ എത്ര സമാധാനത്തോടെയാണ് കേരളത്തിന്റെ പരിശുദ്ധമണ്ഡലം ഈ മുസ്ലിം സഹോദരിമാര് ജീവിക്കുന്നത് എന്ന പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് 1947 കാലഘട്ടത്തിൽ നടന്ന അമേരിക്കക്ക് ഏറ്റവും വലിയ തിരിച്ചറിവേറ്റ് പോരാ. വിയറ്റ്നാം യുദ്ധത്തിൽ 23 ലക്ഷത്തോളം മനുഷ്യമക്കളെ ചുട്ടുകരിച്ചത്. 1950 നടന്ന ഹംഗറി യുദ്ധത്തിൽ 50,000 പേരെ വലിയ പടുകൂട്ടം കുടിയെടുത്തിട്ട് ആ കുഴിക്കകത്തിറക്കിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോ എന്ന തൗഹീദിന്റെ മന്ത്രമാ കുഴിക്കകത്തിരുന്ന് റൂഹ് വിരിയുമ്പോ ആൾപ്പടരുന്ന തീക്കൊണ്ടാരത്തിനകത്തിലിറന്ന് പൊട്ടിക്കിടന്നുകൊണ്ട് പറഞ്ഞു പോയെങ്കില് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ വ്യാജമാക്കിയവരാരാണെന്ന് അള്ളാഹു പറയുമ്പോ അവരാരെയും അള്ളാഹു പറയുന്നില്ല, അവരാരെയും അള്ളാഹു പരിചയപ്പെടുത്തുന്നില്ല. സിന്ധു നദീതട സംസ്കാരത്തിന്റെ രാജ്യമായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ ചോരപ്പുരവരിക്കവരെ കുറിച്ച് പറയുന്നില്ല. 2.5 പതിറ്റാണ്ടുകാലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ ഇന്ത്യനും നീശനുമായ നിലയിൽ മൃഗത്തിന്റെ കഴുത്തിന് കടാറ വെക്കുന്ന പോലെ മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന ബലിപെരുന്നാളിന്റെ പ്രഭാതത്തിന് കഴുത്തേക്ക് തൂക്കെടുത്തുകൊണ്ട് കൊലപ്പെടുത്തിയവരാണ് ഇസ്ലാമിന്റെ ബദ്ധവരികളെന്ന് ഖുർആൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ദീനിനെ വ്യാജമാക്കിയവരാരാ? 92 ഡിസംബറിൽ പാവപ്പെട്ട ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ നിലത്തേക്ക് വലിച്ചെറിയുമ്പോ ആ താഴികക്കുടത്തിന്റെ മണ്ണുവാറ് നെഞ്ചിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞോടെ ശ്രീഭാഷയിട്ട് പോലും വിചാരിച്ചത് ഇവരൊക്കെ ഇസ്ലാമിനെ വ്യാജമാക്കിയവരെന്നാണ്. അല്ല അല്ല, അതാണ് ഇസ്ലാമിനെ വ്യാജമാക്കിയവരെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവരനാഥ മക്കളെ ആട്ടിയോടിക്കുന്നവരോ, അവരെ യതീമികൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരോ, അവരനാഥ മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടാത്തവരോ, അവരനാഥ മക്കളെ സഹായിക്കാത്തവരോ, അവരാണ് ദീനിനെ വ്യാജമാക്കിയവരെന്ന് സൂറത്തുൽ മാഊൻ.
അനാഥ മക്കളെ ആട്ടി ഓടിക്കുന്നവരാണ്. നവംബർ ഡിസംബർ മാസമാകുമ്പോൾ കലണ്ടറുമായിട്ട് എത്തിങ്ങാനുള്ള മക്കളും നമ്മൾ വലിയ ഹോജയായിട്ട് വാരക്കത്തടയിൽ കസേരയിരുന്നു. എവിടുന്നോ പറഞ്ഞേ, ഏത് കോളേജിന്നോ, എത്ര രൂപയാണ് 100 കലണ്ടർ വിട്ടാ കമ്മീഷൻ? എത്തിയും കുഞ്ഞാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അള്ളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ചോദിക്കുക. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ മോനെ ഇഷ്ടംപോലെ കലണ്ടർ ഇവിടെ, അതുകൊണ്ട് ഇത് തൽക്കാലം വേണ്ട, സന്തോഷമായിട്ട് അടുത്ത വീട്ടിൽ വെക്കൂ എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞു വിടണം. അല്ലാതെ നമ്മളിങ്ങനെ കയറി നിന്ന് ന്യായം ചോദിക്കും. അടുത്ത ഉസ്താദ് ആരാ, പ്രിൻസിപ്പാൾ ആരാ, എത്ര രൂപ മുക്കി, ഞാൻ കുറെ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ച് ആട്ടി ഓടിച്ച് കളിയാക്കി പരിഹരിച്ച് പറഞ്ഞു വിട്ടാൽ അവര് മനസ്സ് നൊന്തിട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ പെരുന്നാൾ സുദിനത്തിൽ പള്ളിയിലേക്ക് പോയപ്പോൾ വഴിയിൽ കണ്ട അനാഥ കുഞ്ഞിനെ അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നീലൂറങ്ങും പ്രവാചകരെ മദീനത്തെ മാട് പീറാവുകളെ പാറിപ്പറക്കും മീനാറുമീലേ. ഇന്ന് എത്രയോ പേര് മദീനത്ത് പോയി പൊട്ടിക്കരയുന്നുണ്ട്. ആ കണ്ണുനീര് പുഞ്ചിരിയാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ വിചാരിക്കുമ്പോ നടക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് നമ്മുടെ മോനാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുപ്പിക്കാനും ഒരുക്കാനും പള്ളിയിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു പോരെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമുള്ള അനാഥ മക്കളെ നമ്മൾ കളിയാക്കല്ലേ, നമ്മൾ കുറ്റപ്പെടുത്തല്ലേ, നമ്മൾ പരിഹസിക്കല്ലേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അനാഥരാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വൈകുന്നേരം പ്രവാസനത്തിന് വേണ്ടി വരുമ്പോ എന്റെ കൂട്ടുകാരന് പഴയകാലത്ത് എന്റെ വാഹനം ഓടിച്ചു കൊണ്ടിരുന്ന അനസ് എന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എന്റെ ഒരു വാഹനത്തിൽ വന്ന് വീട്ടിലേക്ക് വന്നു. അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോവാൻ ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്നപ്പോ കൂടെ ഒരു പൊന്നുമോനും കൂടി വന്നു. അതാരാ എന്റെ പ്രിയപ്പെട്ടവര്? ഒരു മാസത്തിന് മുമ്പ് മിണ്ടാപ്രാണിയായ ആടിന് വേണ്ടി ഇലയെടുക്കാൻ പോയ പ്രിയപ്പെട്ട സഹോദരന്റെ മണ്ടയിലേക്ക് ശരീരത്തിലേക്ക് ജെസിബി പുഴുതിട്ട് പോയ വലിയ ഒരു തെങ്ങ് വന്നടിച്ചപ്പോ മരണപ്പെട്ടു പോയ ആ അനസ് എന്ന് പറയുന്ന കൂട്ടുകാരന്റെ ഇക്കാട മകനാ കൂടെ വന്നത്. സുബ്ഹാനല്ലാഹ്, ചക്കപ്പഴം പോലെ മനോഹരമായിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുഖം കണ്ടപ്പോ വല്ലാതെ മനസ്സ് നിറഞ്ഞുപോയി. പിറന്നു വീണ് 2 വർഷം കഴിയുമ്പോ തന്നെ യതീമായി പോകുന്നതിന്റെ സങ്കടം എത്ര വലുതാണ്. എല്ലാവരും യതീമെന്ന് നമ്മുടെ മക്കളെ വിളിക്കുന്ന രംഗത്തെ കുറിച്ച് ഈ സദസ്സിൽ വന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മക്കളെ യതീമെന്ന് വിളിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പെരുന്നാളിന് പള്ളി കൊണ്ടുപോകാൻ എന്റെ വാപ്പയില്ലല്ലോ, പെരുന്നാളിന് ബിരിയാണി തരാൻ എന്റെ വാപ്പയില്ലല്ലോ, പെരുന്നാളിന് വിരത്തുണ്ട് പിടിച്ച് നടന്നു പോകാൻ എന്റെ വാപ്പയില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന നമ്മുടെ വീടിന്റെ മുറ്റത്തിരുന്ന് വാപ്പാടുന്നുണ്ടോ എന്ന് നോക്കി മരിച്ചുപോലെ വാപ്പാടെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരയുമ്പോ അനാഥ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുവിന്റെ റസൂൽ യതീമായി വളർന്നത് കൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും അധികം എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സങ്കടങ്ങള് അനാഥ മക്കളെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? അനവക്കാഫിൽ യതീം രണ്ടുപേരെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെയാണ് അനാഥ മക്കളെ സഹായിച്ചവരെന്നാറ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മൊബൈലുകളിലും വീടുകളിലുമുള്ള എല്ലാ പ്രഭാഷണത്തിലും പാങ്ങോട് പരന്നോടുള്ള ശരീരം എന്ന് പറയുന്ന ഗുജറാത്തിന്റെ പയറകടയത്തിട്ട് ചാരമായി പോയ ഒരു പാവപ്പെട്ട യതീം കൊച്ചിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചല്ലോ. ഇന്നവരുടെ വീട് നിങ്ങൾ കൊണ്ടുപോയി കാണണം എന്റെ പ്രിയപ്പെട്ടവരെ. അവസാന വാക്കുകളുടെ പ്രഭാഷണമുണ്ട്. തൊണ്ടയടഞ്ഞു പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന സഹായമാ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ലക്ഷക്കണക്കിന് രൂപ കേരളത്തിന്റെ എത്രയോ പ്രിയപ്പെട്ട കൂലിവേലക്കാരാണ് ചെറുപ്പക്കാർ ആ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തെന്നറിയോ? നിത്യവൃത്തിക്ക് വകയില്ലാതെ പൊട്ടിക്കറിയുന്ന ഉമ്മയുടെയും മോളെയോ കാറ്റടിച്ചാ പാറിപ്പോകുന്ന ചെറ്റക്കുടിൽ നിന്ന് മാറിയിരിക്കുകയാ, തറസിട്ട വീട് വെച്ചിരിക്കുകയാ, മനോഹരമായ അവസ്ഥ വന്നിരിക്കുകയാ. അതിന്റെ പ്രഭാഷണം കേട്ടിട്ട് എത്രയോ സ്ഥലത്ത് 50,000 1 ലക്ഷം രൂപ വീട് എത്രയോ
അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, യതീമിന്റെ നൊമ്പരം നമ്മൾ മറക്കല്ലേ, അവരെ വേദനിപ്പിക്കല്ലേ. ആരാണ് ദീനിനെ വ്യാജമാക്കിയത്? അവരെ അനാഥ മക്കളെ ആട്ടി ഓടിക്കുന്നത്, അവരെ കളിയാക്കാൻ പാടില്ല. അനാഥ മക്കളുടെ തലയിൽ ഇങ്ങനെ ഒന്ന് തടവിയാൽ ഓരോ രോമവും അനുസരിച്ച് നിനക്ക് നന്മകളെ അള്ളാഹു അധികരിപ്പിക്കും. അതുകൊണ്ടാണ് യതീംഖാനയിലുള്ള എല്ലാ മക്കളെയും ഉസ്താദുമാരും മൊട്ടയടിച്ച് നിർത്തുന്നത്. അങ്ങനെ തടവി പ്രതിഫലം കൊണ്ടുവേണ്ട, അരിയും സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ട് പ്രതിഫലം കൊണ്ടുപോയാൽ അതുകൊണ്ട് നിർത്തുന്നതല്ല. ഇപ്പോഴ് നമ്മൾ ആലോചിച്ച് നോക്കി, ഞാൻ ഈ അടുത്ത സാധനം ഞാൻ വിയർക്കുന്നത് കൊണ്ട് മുടി ഒരുപാട് വെട്ടിക്കളയുന്ന കൂട്ടത്തിൽ മുടി തീർത്ത് ഞാൻ ഒരു പ്രാവശ്യം ക്ലീൻ ആക്കിക്കൊണ്ട് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഒരു കൂട്ടുകാരൻ ഉസ്താദെ, നമുക്കൊക്കെ വലിയ സങ്കടമുണ്ട് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ മുടിവിട്ട് ഇത്രയും വേണ്ടായിരുന്നു. ഞാൻ മുടിവിട്ടിനെ കുറിച്ചാണ് പറയാം. മുടി എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കൊരു രസമാണ്. അതുകൊണ്ട് തന്നെ ദർസിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാര് യതീം മക്കളാണെങ്കിലും അല്ലാത്ത മക്കളാണെങ്കിലും മുടി നല്ലതുപോലെ വെട്ടാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ കിതാബിനകത്ത് കണ്ണട വെച്ചിട്ട് അതിലൂടെ നോക്കിക്കൊണ്ടിരിക്കും. അത് സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഉസ്താദുമാർ ആ രീതിയിൽ മുടി നല്ലതുപോലെ വെട്ടിയിട്ട് ഇൽമു പഠിക്കാൻ മുത്തഅല്ലിമാകാൻ പറയുന്നത്. അതുകൊണ്ടാണ്. ഇന്ന് പിന്നെ അതൊന്നും നടക്കൂല. ഇന്ന് ദർസിൽ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. ദർസ് നടത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം. ചാത്തന്നൂര് ഭാഗത്ത് ഒരു ദർസിലേക്ക് വന്ന പ്രിയപ്പെട്ട കൊച്ച് തന്റെ ഉസ്താദിനോട് നിബന്ധന വെച്ചത് എന്താണെന്നറിയോ? മോൻ പുറത്ത് നിൽക്കാൻ, വാപ്പ അകത്ത് പോയിട്ട് മനോരമ ആഴ്ചപ്പതിപ്പ് വായിക്കാനുള്ള സൗകര്യം സജ്ജീവ് കൊടുക്കണം. എങ്ങനെ ഇവിടെ നിർത്താൻ പറ്റും? അത് പറഞ്ഞു നമുക്ക് ആലോചിക്കാം. കാരണം എന്താ, കുട്ടികളില്ലെങ്കിൽ കമ്മിറ്റിക്കാരെ അടുത്ത ആഴ്ച പിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞിരിക്കാം. മനോരമയോ മംഗളോ വെള്ളിയേറ്റത്തോ ഊണായിക്കോട്ടെ, നമ്മുടെ കാര്യം നടക്കണ്ടേ? ആ രീതിയിൽ നിയമം വെച്ചുകൊണ്ട് കുട്ടികൾ അറിയിക്കാൻ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല മുദരിസീങ്ങൾ എടുത്ത് അൽഹംദുലില്ലാഹ് തഖ്വയുള്ള മുത്തഖീങ്ങളായ ഉസ്താദുമാരുണ്ട്. ദറസെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് നമ്മൾ വിചാരിക്കണമൊന്നുമില്ല, ഒരുപാട് ത്യാഗം. അപ്പോ അങ്ങനെയുള്ളവരുടെ അടുത്ത് അൽഹംദുലില്ലാഹ് ഇപ്പോഴും 10, 30, 35 നല്ല രസ്യം കുട്ടികൾ മുത്തഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കുന്ന, ഒരു സലാത്തിൽ നിന്നും ഒരു ദിക്റിൽ നിന്നും ഒരു ദുആ ചെയ്യുന്നു. അങ്ങനെയുള്ള മഹത്തായ മഹാന്മാരായ ഉസ്താദുമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. വണ്ടൂര് ഒരു ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ, കാഴ്ചയില്ല, കട്ടിലിൽ കിടന്നുകൊണ്ട് ദർസെടുക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു അങ്ങനെയുള്ളവരുടെ ഗുരുത്വം നമുക്ക് തരട്ടെ. ഇന്നലെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഉസ്താദ്, അദ്ദേഹമാണ് ഇവരെയൊക്കെ പഠിപ്പിച്ചത്. അദ്ദേഹവും ഇപ്പോഴും നിലവിൽ ദർസെടുക്കുന്നയാൾ. നമ്മുടെ ഉസ്താദുമാര് ഇവർക്കൊക്കെ അല്ലാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ എന്ന് മനസ്സിൽ തട്ടി മനസ്സ് നൊന്ന് ഞാൻ ദുആ ചെയ്യാം. അവരുടെ നഷ്ടം നമുക്കൊരു നഷ്ടമാണ്. അവര് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ തീരാ ദുഃഖമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഒന്ന്, അനാഥ മക്കളെ ആട്ടി ഓടിക്കുന്നവരാണ്. രണ്ടാമത്തതോ അവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ മനസ്സിലാക്കാത്തവരാണ്. ഒരിക്കലും സാധിക്കാത്തവർ ഭക്ഷണം കൊടുക്കുന്നവരല്ല. ആ ഒരവസ്ഥ നമുക്ക് വരല്ലേ? അല്ലാഹു പടച്ചതമ്പുരാനെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന മനോഹരമായ ചരിത്രത്തിലേക്ക് കിടക്കുകയാണ്. സഹാബത്തിൽ ഒരുപാട് അറിവല്ലാഹുവിന്റെ റസൂൽ കൊടുത്തെങ്കിലും തീരെ പാവപ്പെട്ടവനായിരുന്നു. ആര്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. പണ്ട് തന്നോട് ദീനിൽ കൊണ്ട് നിന്നുള്ളൊരാദരദീരെ മക്കാമണിൽ തട്ടിയിരിക്കൊക്കെ ഞെട്ടിച്ച അക്കാരം ഹൈദർ ശൂരേ വീണ്ടും ശേഖ് എന്നുള്ള കലിമത്ത് കൊണ്ട് നടന്നവരും മാറിയത്ത് മണ്ടന്മാരായുള്ളോരവീതം കൂട്ടത്ത് കണ്ട പൊലിപിയോടെ തവരും വേസനീത്ത് മങ്ങാത്തോരി മാൻപൂമാനേര് ദിനിൽ മായാത്തോരു ബഹുമാനേര് നിത്ത് തരികിടജത്തരികിടജത്തിമൃതം തത്തകുതത്തകതകുടത്തകതരികുടതികുടം അക്കവനെ ദിക്കിതിരം ദുഃഖമിരും നീക്കിടൻ പെരിയോരേ. മദീനയുടെ മണവാളം പറഞ്ഞില്ലേ, അല മദീനത്തുൽ ഇൽമി അലിയും ബാബുഹാ. ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ എന്റെ അലിയുണ്ടല്ലോ,
അറിവാകുന്ന പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു തീരെ പാവപ്പെട്ടവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധാരാളം അല്ലാഹു പണം കൊടുത്ത വ്യക്തിയായിരുന്നു. ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വതക്ക ചെയ്തു. ഇന്ന് പ്രിയപ്പെട്ട ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇന്ന് നാളെ കൂടിയേ നമുക്ക് വാഴുള്ളൂ. അതിൽ വലിയ നിരാശ നമുക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പ്രസംഗിച്ചില്ല എങ്കിലും ഈ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹായിച്ചവർക്ക് ദുആ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരുപാട് പേരുണ്ട്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട കുറെ ആൾക്കാർ ധാരാളം കാശ് കൊടുത്തവരുണ്ട്. ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, രോഗം മാറാൻ വേണ്ടി, ഹജ്ജിന് പോകാൻ വേണ്ടി, കച്ചവടത്തിന്റെ വടക്കത്തിന് വേണ്ടി. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇന്നലെ മഴത്തുള്ളികൾ ദുആഇന്റെ ഇജാബത്തായി ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി ദുആ ഞാൻ മനസ്സിൽ കരുതി. അതുകൊണ്ട് ഉസ്താദേ ഇന്ന് നിങ്ങൾ ദുആ ചെയ്യണം. സഹായിക്കുന്നവരെ, സഹായിച്ചവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നോട് ഉസ്താദ് പറഞ്ഞത്, ഇവിടെ ഒരുപാട് വലിയ പിരിവൊന്നും ഉസ്താദേ നിങ്ങൾ നടത്തണ്ട. പരിശുദ്ധ റമദാനിന് മുമ്പ് ഈ നാടിന്റെ പരിസരത്ത് എല്ലാ അനാശാസ്യങ്ങളും അനാവശ്യങ്ങളും ഒഴിവാകണം. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെല്ലാം അള്ളാഹുവിന്റെ പള്ളിയിൽ അരക്കിട്ടൊട്ടിച്ച പോലെ ഇരിക്കണം. നാളെ എന്തെങ്കിലും ഞാൻ ചോദിച്ചു, പൈസ വിരിക്കണോ, വന്നിരിക്കുന്നവരോട് ചോദിച്ചാൽ 1000, 2000, 5000 ഒക്കെ വാങ്ങിത്തരണോ? സാറ് നാളെ എന്തെങ്കിലും ഒരു ഓഫർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവരെ കൊണ്ട് പറ്റുന്നത് ഈ സാധു സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന പാവപ്പെട്ടവരെ കെട്ടിക്കാൻ, രോഗികളെ സഹായിക്കാൻ നിങ്ങൾ നിയ്യത്ത് ചെയ്ത് കൊണ്ടുപോകാൻ. നാളെ 1000, 2000 ഇല്ലെങ്കിൽ ഇൻഷാല്ലാഹ് ഇവിടുത്തെ സംഘാടകരുടെ ആരെങ്കിലും നമ്പർ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഒരു 5000 10,000 കൊടുക്കാമെന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടി ചെയ്താൽ മതി. അതിപ്പോ നാളെ തന്നെ ചെയ്യാനുള്ളതല്ല. അത് പറഞ്ഞാൽ വരും വർഷത്തിൽ നിങ്ങളുടെ സമ്പത്തിന്റെ ബറക്കത്ത് അത് എപ്പോഴെങ്കിലും ഇൻഷാല്ലാഹ് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അല്ലാതെ ഇവിടെ വേറെ അനുകൂലമുള്ള ഒരു പരിപാടിയില്ല. അത് മാത്രം നടക്കുന്നു. സെക്രട്ടറി പോലും ഇവിടെ കയറി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. ഇന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് നടന്നു വരും. ഇന്നലെ 1.5 മണിക്കൂർ പ്രസംഗിച്ചതേ ഉള്ളൂ. അത് നമുക്ക് വലിയ നഷ്ടമാണ്. ഉദ്ഘാടനവും സ്വാഗതമൊക്കെ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അടുത്ത 2 ദിവസം ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് നേരത്തെ വരും എന്ന് അദ്ദേഹം ആമുഖമായി നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല സമ്പത്ത് അല്ലാഹു കൊടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടി ചെയ്യും. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. അള്ളാഹു റസൂലിനെ സഹാബത്തിനെയും വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. ഒരു ദിവസം വീട്ടിൽ വിളിച്ചു. പൊന്നാര നബി തങ്ങൾ വരികയാണ്. കൂടെ ആരുണ്ട്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിച്ച സഹാബത്തൊക്കെയുമുണ്ട്. അവരുടെ കൂടെ അലി റളിയല്ലാഹു അൻഹുവും വരുന്നുണ്ട്. എല്ലാവരും വന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. സുഭിക്ഷമായ ഭക്ഷണം അവരുടെ മുമ്പിൽ അങ്ങനെ നിരത്തി വെക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബികളെ ബിസ്മില്ല പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ദുആ ചെയ്യട്ടെ എന്റെ ഉസ്മാന് വേണ്ടി. ഇത്രയും സഹാബികൾക്കും എനിക്കും അവിടെ ഭക്ഷണം ഒരുക്കിയ ഉസ്മാൻ ഞങ്ങൾ എവിടെ നിന്നാണോ നടന്നു വന്നത് അവിടെ നിന്ന് ഇവിടെ വരെയുള്ള കാറിന്റെ ചുവടിന്റെ എണ്ണമനുസരിച്ച് അല്ലാഹു സ്വർഗത്തിൽ പദവി എത്തിക്കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടാ ആമീൻ പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ എല്ലാവരും സുവിശമായി ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ അലി റളിയല്ലാഹു തആല മാത്രം 2 പിടി ഭക്ഷണം വാരി വായിലേക്ക് വെച്ചിട്ട് പിന്നെ കഴിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് അനുമതി ചോദിച്ചിട്ട്, നബിയേ എന്നെ ഒന്ന് വീട്ടിലേക്ക് വിടണമെന്ന് പറയുകയാണ്. വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ മുഴുവനും റസൂലുള്ളാഹിയുടെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു കരച്ചിലോട് കരച്ചിൽ തന്നെ. വീട്ടിൽ വന്നു കയറുമ്പോ അവിടെ ഇരിക്കുന്നതാരാ? അവിടെ ഇരിക്കുന്നതാരാ? ലോകത്തല്ലാഹു പടച്ച ഏറ്റവും വലിയ രാജാത്തിയായ രാജകുമാരിയായ സ്വർഗീയ കഥാപാത്രമായ ഫാത്തിമത്തുൽ സുഹ്റ റളിയല്ലാഹു അൻഹ. അടിയാറ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമേ. ഒരുപാട് സഹാബത്ത് ഒരിച്ചിട്ട് കിട്ടാത്ത കനിയേ
അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ വരുമ്പോ പുഞ്ചിരി തൂവിയിട്ട് വാതിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്ത് രസമായിരിക്കും ആ കാഴ്ചയെന്ന് നിങ്ങൾ ചിന്തിച്ചേ. എന്റെയും നിങ്ങളെയും ഭാര്യമാര് നിൽക്കുന്ന പോലെയല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ ഫാത്തിമയുടെ പുഞ്ചിരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്റെ ഫാത്തിമയുടെ ശബ്ദമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്റെ ഫാത്തിമയുടെ മുഖമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്റെ ഫാത്തിമാന്റെ കൂടെ സംസാരിക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്റെ ഫാത്തിമാന്റെ കൂടെ കിടക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്റെ ഫാത്തിമ പിറന്ന ദിവസമോ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ലോകത്തെ പഠിപ്പിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ മനസ്സിന്റെ മാടിക്കല്ലാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറ്റക്കോടയുടെ മുമ്പ് നിന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി അലി റളിയല്ലാഹു അൻഹു സങ്കടത്തോടെയാ വന്നിരിക്കുന്നത്, പ്രയാസത്തോടെയാ വന്നിരിക്കുന്നത്, നൊമ്പരത്തോടെയാ വന്നിരിക്കുന്നത്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങ് സാധാരണ വരുന്ന പോലെയല്ലോ എന്ന് വന്നിരിക്കുന്നത്, ഒരുപാട് സങ്കടമുണ്ടല്ലോ, അങ്ങയുടെ മനസ്സിലുണ്ടോ പ്രയാസം കുടുങ്ങിയിട്ടുണ്ടല്ലോ, എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, അലിയേ എന്തേ അങ്ങൊന്നും പറയാത്തതലിയേ, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന, എല്ലാ സങ്കടങ്ങളും എല്ലാ സന്തോഷങ്ങളും എന്നോട് പങ്കുവെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെന്തേ എന്നോടൊന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്ന, ഫാത്തിമ ഞാൻ പറഞ്ഞാ നിനക്ക് പരിഹരിച്ചു തരാൻ പറ്റോ, എന്റെ വിഷമം പറഞ്ഞാ എന്റെ സങ്കടം പറഞ്ഞാ നിനക്ക് പരിഹരിച്ചു തരാൻ പറ്റോ, എങ്കിലേ ഞാൻ പറയോളെന്ന് പറഞ്ഞപ്പോ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് പ്രവാചകന്റെ പൊന്നുമോള് പറയുന്നു, അലിയേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞോ. ചന്ദ്രനെ പിളർത്തിയ പ്രവാചകന്റെ പൊന്നുമോളാണെങ്കിൽ, ഈ മോള് റസൂലുള്ളാഹിയുടെ കരളിന്റെ കഷണമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ നടത്തി തരുമെന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫാത്തിമ എല്ലാ സഹാബത്തും നിന്റെ കാരുണ്യത്തിന്റെ നിറദീപമായ ഹബീബ് ഇന്നിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് സഹാബത്തല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഫാത്തിമ അവിടെ എത്തിയപ്പോഴോ നല്ല സുവിശേഷമായ ഭക്ഷണം തയ്യാറാക്കി അവൻ അല്ലാഹു പണം കൊടുത്തത് കൊണ്ടല്ലേ, എന്റെ ഉസ്മാൻ അല്ലാഹു കാശ് കൊടുത്തത് കൊണ്ടല്ലേ, അങ്ങനെ തയ്യാറാക്കിയപ്പോ നമ്മുടെ ഹബീബ് ദുആ ചെയ്തതെന്തെന്ന് നിനക്കറിയോ ഫാത്തിമ? പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നത് മുതൽ ഈ വീടെത്തുന്നത് വരെ എത്ര ചുവട്ടടിയുണ്ടോ, എത്ര കാൽപ്പാടുണ്ടോ, അതിനൊക്കെ അർഹമായ പദവി അല്ലാഹു സ്വർഗത്തിന് ഉസ്മാന് കൊടുക്കട്ടെ എന്ന് പറയുമ്പോ ഈ അലിയിന് എന്നാണ് അങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടുന്നത്? ഫാത്തിമ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ വീടിനകത്ത് പട്ടിണി കിടക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഫാത്തിമ എന്റെ വീടിനകത്ത് റസൂലുള്ളാഹിനെ കൊണ്ടുവരാൻ കഴിയുന്നത്? എന്റെ വീടിന്റെ അകത്ത് സഹാബത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് എന്റെ ഈ വീടിന്റെ അകത്ത് ഭക്ഷണം കിടപ്പത് കൊണ്ട് ദുആ ചെയ്യുന്നത് എനിക്ക് കൊതിയുണ്ട് ഫാത്തിമ. ഉസ്മാന് മാത്രം നടത്തിയാ മതിയോ എനിക്ക് വേണ്ടേ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യമായി അലിയാർ നിങ്ങളുടെ മനസ്സിന്റെ സങ്കടം കണ്ടപ്പോ കണ്ണീര് തുടച്ചിട്ട് പറയുക, അലിയേ നിങ്ങൾ സങ്കടപ്പെടണ്ട, നാളെ വിളിച്ചോ, എന്റെ ഹബീബിനെ നാളെ വിളിച്ചോ, സഹാബത്തിനെ എത്ര പേരെയാണ് നിങ്ങൾ നാളെ വിളിച്ചോ, നാളെ അവർക്ക് ഇന്ന് വരെ അവരെ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം നമുക്ക് കൊടുക്കാം. എന്ന് പറയുന്ന ഫാത്തിമ എന്നെ കളിയാക്കയാണോ, എന്നെ പരിഹസിക്കയാണോ? ഒരു നേരത്തെ ഈന്തപ്പഴം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും നീയും എങ്ങനെയാണ് ഇത്രയും സഹാബികൾക്ക് ഭക്ഷണം കൊടുക്കുക? നിന്റെ ഹബീബിനെ വിളിച്ച് അപമാനിക്കുന്നത് എങ്ങനെയാ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ,
പറയുന്നത്, ഫാത്തിമയാ പറയുന്നത്, നിങ്ങൾ പൊയ്ക്കോ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഫാത്തിമ നീ പറയുന്നത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരു വലിയ പാത്രം സംഘടിപ്പിക്കുകയാ. എന്നിട്ട് അന്ന് എങ്ങനെയാണോ പാചകത്തിന് വേണ്ടി അടുപ്പ് കൂട്ടിയിരുന്നത്, അതുപോലെ കൂട്ടിയിട്ട് വലിയ പാത്രം അതിന്റെ മുകളിൽ വെക്കുകയാ. എന്നിട്ട് വലിയ ഒരു മൂടി കൊണ്ട് മൂടി വെക്കുകയാ. എന്നിട്ട് ആ പാത്രത്തിന്റെ മുകളിൽ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ കരളിന്റെ കഷണം പറഞ്ഞതെന്തെന്നറിയോ? എന്റെ ഹബീബിന്റെ ഹക്കുണ്ട്, നാളെ ഇത് നിറഞ്ഞിരിക്കണം റബ്ബേ. എന്റെ ഭർത്താവിന്റെ മനസ്സിന്റെ കണ്ണീര്, എന്റെ ഭർത്താവിന്റെ ഉടഞ്ഞുപോയ കൽബുണ്ടല്ലോ, എനിക്ക് മാറ്റിയെടുക്കണം റബ്ബേ. അത് നാളെ ഹബീബ് വരുമ്പോ, സഹാബത്ത് വരുമ്പോ, ഈ പാത്രം നിറച്ചെനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ നിസ്കാരം തുടങ്ങി. അലി റളിയല്ലാഹു അൻഹുവിന് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. റസൂലുള്ളാഹി സഹാബത്തിനെയും വിളിക്കുമ്പോ നാണം കെടുമോ? അവരെ പരിഹരിച്ചവരിൽ പെട്ടുപോകുമോ? ഉള്ള സ്ഥാനവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെടുമോ? എല്ലാം തകർന്നടിയുമോ? ഒന്നും ചിന്തിക്കുന്നില്ല. റസൂലുള്ളാഹിയെ വിളിക്കാൻ, നബിയേ നാളെ ഉച്ചയ്ക്ക് എന്റെ വീട്ടിലാണ്, ഇന്ന് ഉസ്മാന്റെ വീട്ടിൽ പോയ പോലെ നാളെ എന്റെ വീട്ടിൽ വരെ നബിയേ. ഓരോ സഹാബിയുടെയും വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്റെ വീട്ടിൽ നാളെ വരെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിരിക്കുകയാണ്. സഹാബികളൊക്കെ ഞെട്ടിപ്പോയി. അലിയിലെ വിടുന്നാണ് ഇത്രത്തോളം കാശ് വരുന്നത്, ഞങ്ങൾക്ക് ഭക്ഷണം തരാ, ഇത്രത്തോളം സൗകര്യം അലിയിലെ വിടുന്ന. എല്ലാ സഹാബികളും അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പിറ്റേന്ന് അലിയാർ ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ അലി റളിയല്ലാഹു അൻഹു വീടിന്റെ അകത്ത് കിടന്ന് ഞെരിവിരി കൊള്ളുകയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അലിയേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് ഇന്നലെ ഞാനും നിങ്ങളും എടുത്തു വെച്ച പാത്രത്തിന്റെ മൂടിയൊന്ന് തുറക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് MD വാസുദേവൻ നായർ എഴുതിയ കഥയല്ല, കമലാസുര എഴുതിയിട്ട് വെച്ചിട്ട് പോയ നോവലല്ല, പത്മരാജന്റെ തിരക്കഥയല്ല. എന്റെ സഹോദരങ്ങൾക്ക് അതല്ലേ അറിയുള്ളൂ. ഇസ്ലാമിന്റെ ചരിത്രങ്ങളെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഇത് പഠിക്കണേ, നിങ്ങൾ പഠിക്കണേ. എന്നിട്ട് മദീനയുടെ മണവാളിന് വേണ്ടി ലക്ഷക്കണക്കാരെ സലാത്ത് ചൊല്ലിയിട്ട് ജീവിതത്തിന്റെ പട്ടിണി മാറോ, കട്ടറ മാറോ, ദുരന്തം മാറോ, ദുരിതം മാറോ. അല്ലാഹുവിന്റെ ഹബീബിന് സലാത്ത് സമർപ്പിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്തോ. ഉറപ്പ് വിശ്വാസമുള്ളവരുടെ മനസ്സിൽ അൽഹംദുലില്ലാഹിന്റെ മറുപടി ഉറപ്പ്, അതിലൊരു സംശയവും വേണ്ട. എത്രയോ മജ്‌ലിസിന്റെ വേദി തകർന്നു പോകുന്ന തരത്തിലുള്ള കൊടുങ്കാറ്റും പേമാരിയും മദീനയുടെ മണവാളന് സലാത്ത് പറഞ്ഞുകൊണ്ട് നിർത്തിയതിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ? അത് റസൂലുള്ളാഹിയോടുള്ള മഹബത്തിന്റെ ഭാഗമാ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട് തമ്മിലടിച്ച് ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച് ചന്നഭിന്നമാക്കാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആനന്ദിക്കാനുള്ള വീട്, ആ വീടിൽ നീ ഭക്ഷണം കഴിക്കുന്ന ദൈവന്റെ ഉള്ളിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ നാടിനെ വരെ വിളിച്ചിരുത്തിയിട്ടുണ്ടോ? നിന്റെ വീട് വൃത്തിയാക്കുന്ന വേലക്കാരനെ ഇരുത്തിയിട്ടുണ്ടോ? നിന്റെ പുരയിടം ശുചീകരിക്കുന്ന കൂലിക്കാരനെ ഇരുത്തിയിട്ടുണ്ടോ? റസൂലിനെ പഠിപ്പിക്കുന്നതാണ്. ആ മാനസിക മുഖമാണ് ഈ സമുദായത്തിൽ നഷ്ടപ്പെട്ടു പോയത്. ഇനി ആ 3 കാര്യം അതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്ന് ദുആയിലേക്ക് കിടക്കാം. നരകവാസികൾ നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലുള്ളവരെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു തുള്ളി വെള്ളം അല്ലാഹു നിങ്ങൾക്ക് തന്നത് എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ വിരലുകൾ കൊണ്ട് സ്വർഗത്തിൽ അരുവികൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം. അവരാരാണ്? അവർക്ക് 3 വിശേഷണമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ബൈബിൾ അംഗീകരിക്കുന്ന ക്രിസ്തീയ പുരോഹിതന്മാരുടെ നായയുടെ കഥ പറയുന്നുണ്ട്. ഈ 3 നായകളെയും മുന്നിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോ പരിപൂർണമായും അള്ളാഹു പടച്ച നജസെന്ന് ഈ സമുദായം പറയുന്ന നായയിൽ നിന്ന് ഒരു മനുഷ്യന് പഠിക്കാൻ 10 ഗുണപാഠങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാൻ.
മനുഷ്യൻ മൃഗത്തെ പോലെ അധപ്പതിക്കുമ്പോ പ്രായപൂർത്തിയാകാത്ത കോതമംഗലത്തുള്ള പെൺകുട്ടിയെ കൊണ്ടു നടന്ന് പ്രിയപ്പെട്ട പിതാവ് ശരീരം വിറ്റിട്ട് പള്ള നിറയ്ക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ റെയിൽവേ പിന്നെ പ്ലാറ്റ്ഫോറത്തിലൂടെ വലിച്ചു കൊണ്ടുവന്ന് ക്രൂരമായി പാളത്തിലിട്ട് മാനഭംഗപ്പെടുത്തിയ പെൺകുട്ടിയുടെ കണ്ണീര് തോരാത്ത കേരളത്തിന്റെ കരയിൽ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു നായയിൽ നിന്ന് ഒരു മനുഷ്യൻ 10 കാര്യം പഠിച്ചാൽ മലക്കിനേക്കാൾ അവൻ ഉയരും. അല്ലാഹു തആല ഉയർച്ച നമുക്ക് തരട്ടെ. നമ്മൾ ആര് നായെ കണ്ടാലും നമ്മൾ അപ്പ കല്ലെടുക്കും. ആ നായയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള 10 ഗുണപാഠങ്ങൾ, അത് നമ്മൾ പഠിച്ചാൽ നമ്മളൊരു മലക്കിനേക്കാൾ ഉയരുമത്. അള്ളാഹു അങ്ങനെ ഒരു ഉയർച്ച നമുക്ക് തരട്ടെ. നാളെ ആ വിഷയം ചർച്ച ചെയ്തിട്ടാണ്. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോ അപ്പുറത്ത് വൈകി നിൽക്കണ ബൈക്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ആ നായ കണ്ട് നിർത്തണ ഇറങ്ങിയിട്ട് 10 കാര്യം എവിടെ 10 കാര്യം എന്ന് പറയും നോക്കിക്കൊണ്ടിരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പാനൂര് ആറാട്ടുപുഴ പാനൂര് കുറച്ച് ദിവസമായോളൂ കുറ്റിത്തരിയിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ വാതേക്കാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോയപ്പോ ഉസ്താദെ സ്ഥലം പറയണ്ടാണ്. ആ നായ വൃത്തിയാടി പാവം. അവര് ബൈക്കിൽ നിന്ന് വീണില്ലല്ലേ? വീണോ? പ്രശ്നമൊന്നും ഉണ്ടായില്ല അൽഹംദുലില്ലാഹ്. എന്നിട്ട് അവർ അപ്പോഴും തന്നെ വിളിച്ചു പറഞ്ഞു, സാർ ദുആ ചെയ്യണം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കാസറ്റൊക്കെ കൊണ്ടു നടന്ന് ആ പള്ളിയിലും വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച അട്ടക്കുളങ്ങര കാസറ്റ് വിൽക്കാൻ വേണ്ടി വന്നൊരു സഹോദരൻ, ആ പാവപ്പെട്ട കാസറ്റും കൊണ്ട് ലോറി ഇടിച്ചെന്ന് കയറി കഴിഞ്ഞ വെള്ളിയാഴ്ച. ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കണ്ട എല്ലാവരും പറഞ്ഞു. വലിയ ഇടിയായിരുന്നു. പാവം അവൻ വിളിച്ചിട്ട് പറയണം, സാറേ ദുആടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു കാസറ്റ് വയ്ക്കാമെന്ന് നുണയം പറഞ്ഞോണ്ട് എന്നാ ഇങ്ങനെ തന്നെ ദുആ ചെയ്യുമ്പോൾ അടുത്തത് നാമീൻ പറഞ്ഞു, ഇല്ല സാറേ ഞാൻ എത്ര കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നാമീൻ പറയാറുണ്ട്. അല്ലാഹു തആല അതുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ, എനിക്കും നിങ്ങൾക്കും ഒക്കെ ദുആ എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് ഒരു മൂർച്ചയേറിയ ആയുധമാണ്. നഷ്ടപ്പെടുത്തരുത്. ഇന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഇൽമിന്റെ സമാപന വേദി. അതുകൊണ്ട് വളരെ മനോഹരമായി സലാത്തുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൽ കഴിയുന്നവർ വിരൽത്തുമ്പുകൊണ്ട് സ്വർഗീയമായ അരുവികൾ ഉണ്ടാക്കുന്നതിന് പ്രധാനമായവരുടെ 3 സ്വഭാവ ഗുണം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്ന് മാത്രം പറയാം. നാളെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അതിൽ ഒന്ന് യൂഫൂന ബിന്നദർ, നേർച്ചകൾ നേർന്നാൽ അതിനെ അവർ പൂർത്തീകരിക്കുന്നവരാണ്. നേർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് കുറെ നേർച്ചകളുണ്ട്. അങ്ങനെ ഇൻഷാ നാളെ വിശദീകരിക്കാം. രണ്ടാമത്തെ സ്വഭാവം അവർ അല്ലാഹുവിന്റെ പരലോകത്തെ ഭയന്നുകൊണ്ട് ജീവിച്ചു എന്ന് ഒറ്റ വാക്കിൽ ഞാനങ്ങ് പറയാൻ വിശദീകരണം നാളെ. മൂന്നാമത് അല്ലാഹു അവർക്ക് കൊടുത്ത സ്വഭാവം എന്താ? അതാണ് നമ്മുടെ വിഷയം. അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അവർക്ക് ഭക്ഷണത്തിനോട് താല്പര്യമുള്ളപ്പോ, അവർക്ക് പണത്തിനോട് താല്പര്യമുള്ളപ്പോ, അവർക്ക് സ്വത്തിനോട് താല്പര്യമുള്ളപ്പോ ആ താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണവർ. അവര് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കും. നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയല്ല. നമുക്ക് പണത്തിനോട് താല്പര്യമുള്ളപ്പോ ആ പണം മറ്റുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് മൂന്നാമത്തെ സ്വഭാവ ഗുണം.